ഹലോ ഗായ്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പാവക്ക അച്ചാറായിട്ടാണ്. നിങ്ങൾക്ക് പലർക്കും ഇഷ്ടമില്ലാത്തൊരു ഐറ്റം ആയിരിക്കും പാവക്ക. എനിക്കും ഒട്ടും ഇഷ്ടമില്ലാത്തൊരു സാധനമായിരുന്നു, പക്ഷെ ഇപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സത്യം പറഞ്ഞാൽ നേരത്തെ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലായിരുന്നു പാവക്ക എന്ന് പറയുന്നത്, പക്ഷെ ഇപ്പോഴായപ്പോഴേക്കും കഴിച്ച് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു സൈസിലാണ് ഞാൻ പാവക്ക എടുത്തിട്ടുള്ളത്. ഒരു 1/2 കിലോ കാണും എന്തായാലും ഈ ഒരു പാവക്ക. അത് ഇതേപോലെ ചെറുതായിട്ട് സ്ലൈസ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് ഉപ്പും കുറച്ച് വിനാഗിരിയും കൂടി ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ വെക്കണം. ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, ഇത് നമ്മുടെ കയ്പ്പില്ലേ, ഈ ഒരു പാവക്കയുടെ കയ്പ്പൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു ചെറിയൊരു സൂത്രപ്പണിയാണത്. അപ്പോൾ ഇതേ കണ്ടില്ലേ, അരമണിക്കൂറിന് ശേഷം എനിക്കിതുപോലെ നല്ല പോലെ പിഴിഞ്ഞെടുക്കാൻ പറ്റി. ഇപ്പം നിങ്ങൾ വിചാരിക്കും എന്തോരം നീരാണെന്ന്. സത്യം പറഞ്ഞാൽ ഇതൊക്കെ കഴുകിയിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു വെള്ളവും കൂടി ഇതിലുണ്ടായിരുന്നു. ഈ അടിയിൽ കുറച്ച് വെള്ളം ഉണ്ടാവുമല്ലോ, അപ്പോൾ അതും കൂടി ചേർത്തിട്ടാണ് ഇത്രയും വെള്ളം വന്നത്. അതല്ലെങ്കിൽ ഇത്രയൊന്നും വെള്ളം വരില്ല, കാരണം ഞാൻ കുറേ ഉപ്പിട്ടിട്ടില്ല, പിന്നെ കുറച്ച് വിനാഗിരിയും ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതേപോലെ നല്ലപോലെ പിഴിഞ്ഞെടുക്കുക. മാക്സിമം നിങ്ങൾ അരിയുന്നതിന് മുന്നേ നല്ലപോലെ കഴുകി തുടച്ചിട്ടൊക്കെ അരിയുക. അപ്പോൾ പിന്നെ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് ഉണ്ടാവില്ല. ഞാൻ അരിഞ്ഞിട്ടൊന്നും കൂടി കഴുകി ഓർക്കാണ്ട് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചുകൊണ്ട് ഓർക്കാണ്ട് ഞാൻ കഴുകിയായിരുന്നു. അപ്പോൾ ഇതേപോലെ ആക്കിയതിന് ശേഷം നമുക്കിനി നേരെ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. കുറേ വെളിച്ചെണ്ണയുടെ ആവശ്യമൊന്നുമില്ല. ഈ ഒരു പാവക്ക ഒരു 3 പ്രാവശ്യമായിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്യാനുണ്ട്. ഒറ്റയടിക്ക് ഫ്രൈ ചെയ്യണമെങ്കിൽ കുറേ വെളിച്ചെണ്ണ ഉണ്ട്. അപ്പോൾ ഞാൻ 3 പ്രാവശ്യമായിട്ടാണ് വറുത്തെടുക്കുന്നത്. അപ്പോൾ കുറേ ഒഴിച്ചില്ല, ഒരു 4 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതേപോലത്തെ ഒരു പരിവാകുമ്പോഴേക്ക് നമുക്ക് വറുത്തെടുക്കാം. ഇപ്പോൾ കാണിച്ചു തരാം. ഈ ഒരു നല്ലപോലെ മൊരിഞ്ഞിട്ടുണ്ട്, നല്ല രസമുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ സമയത്ത് ഞാൻ ജസ്റ്റ് തിന്ന് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് വികാരമൊന്നും ഇല്ലാത്തൊരു ഫ്രൈ. കയ്പ്പുണ്ട്, പക്ഷേ എന്നാലും നമുക്കത് ഇഷ്ടപ്പെടും. അതായത് പാവക്ക ഇഷ്ടമുള്ളവർക്ക് മാത്രമേ അത് ഇഷ്ടപ്പെടുകയുള്ളൂ കേട്ടോ. ഇപ്പോൾ എനിക്ക് ഈ പാവക്ക ഭയങ്കര ഇഷ്ടമായി വരുന്നത് കൊണ്ട് എനിക്കിപ്പോൾ ഇങ്ങനെയൊക്കെ തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ 2 സെറ്റായിട്ട് പാവക്ക വറുത്ത്, ഇനി 3ാമത്തെ സെറ്റും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം. ഞാനാണെങ്കിൽ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു അച്ചാർ ഉണ്ടാക്കുന്നത്, അതും നമ്മുടെ ഭയങ്കര ടാസ്ക് ആയിട്ടുള്ളൊരു പാവക്ക അച്ചാർ. അപ്പോൾ അത് സാരമില്ല, ടാസ്ക്കൊക്കെ നമ്മൾ എടുത്താൽ മാത്രമല്ലേ നമുക്ക് ജീവിതത്തിൽ സക്സസ്സും അതൊക്കെ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പാവക്ക അച്ചാറിൽ തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ 3 സെറ്റ് പാവക്ക ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ കുറച്ച് കടുക് പൊട്ടിക്കാം, കുറച്ച് ഉലുവയും പൊട്ടിക്കാം. സെയിം വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ മാറ്റിയെടുക്കാം, കാരണം ഓൾറെഡി ഈ ഒരു വെളിച്ചെണ്ണയിൽ പാവക്കയുടെ കയ്പ്പൊക്കെ ഉണ്ടാകും. അപ്പോൾ അത് വേണ്ടാന്നുണ്ടെങ്കിൽ പുതിയ വെളിച്ചെണ്ണ എടുക്കാം. ഞാനിപ്പോൾ ആ വെളിച്ചെണ്ണ കളയണ്ടല്ല എന്ന് വിചാരിച്ചിട്ട് ആ വെളിച്ചെണ്ണ തന്നെയാണ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് കടുകിട്ട് ഉലുവയിട്ട് ഒരു 10-10 15 നിങ്ങൾക്ക് എടുക്കാം. വെളുത്തുള്ളി ജസ്റ്റ് ഒന്ന് ചതച്ചിട്ടുണ്ട്, അത് ഇട്ടിട്ടുണ്ട്. 4 പച്ചമുളകും ഇതേപോലെ അരിഞ്ഞിട്ടുണ്ട്. കുറച്ച് വേപ്പില, 2 വറ്റൽമുളക്. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. കൂടുതലായിട്ട് മൊരിയിക്കേണ്ട, ആ ഒരു വാട്ടൽ വരില്ല, മീൻസ് നല്ല ഒരു വാടുന്നൊരു, നമുക്ക് കാണുമ്പോൾ അറിയാൻ പറ്റില്ല പച്ചനെ എങ്ങനെയാണ് വാടുമ്പോൾ എങ്ങനെയാണെന്നുള്ള കൺസിസ്റ്റൻസി. അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസി ആവുന്നവരും വാട്ടുക. അപ്പോൾ ഞാനിത് ഇതുപോലെ വന്നപ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം കേട്ടോ ഇതിലേക്ക് മുളക് പൊടി ഇട്ടിട്ടുണ്ട്. അതായത് 2 ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി ഇട്ടിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ നിറയെ മുളക് പൊടി. എരിവൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി പൊടി ഇട്ടെടുക്കാം. ഞാനിപ്പോൾ ഇത്ര ഇട്ടിട്ടുള്ളൂ. പിന്നെ ഒരു 3/4 ടീസ്പൂൺ കായപ്പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂണോളം ഉലുവപ്പൊടി. ഇനി ഞാൻ ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം, കരിഞ്ഞൊന്നും പോകാണ്ട്. ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. ഞാനിപ്പോൾ അധികം വെളിച്ചെണ്ണ ഒഴിച്ചില്ല. മാക്സിമം വെളിച്ചെണ്ണ കുറച്ചുകൊണ്ട് എങ്ങനെ അച്ചാറുണ്ടാക്കാം എന്നുള്ളതാണ് എൻ്റെ ഒരു രീതി. അപ്പോൾ ഞാൻ ഈ ഒരു പാകത്തിനുള്ള വെളിച്ചെണ്ണ മാത്രമേ എടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി കൂട്ടി കൊടുക്കാം. അതാകുമ്പോൾ നമ്മുടെ അച്ചാർ ഇങ്ങനെ കറി റെഡി ആകുമ്പോൾ ഇങ്ങനെ വെളിച്ചെണ്ണയൊക്കെ തെളിഞ്ഞ് വരില്ലേ, ആ ഒരു പരുവത്തിലേക്കൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരിക്കും. അപ്പോൾ ഞാനിതിലേക്ക് പിന്നെ നമ്മുടെ 2 നാരങ്ങ, ചെറിയ നാരങ്ങ വലുപ്പത്തിൽ വാളംപുളിയില്ലേ നമ്മുടെ സാധാരണ, ആ പുളി ചൂടുവെള്ളത്തിൽ ഒരു 10 ടേബിൾ സ്പൂണോളം അളവിൽ വരുന്ന രീതിക്ക് ചൂടുവെള്ളത്തിലേക്ക് കുതിർത്താൻ വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. ഇനി ഇതെല്ലാം നല്ലപോലെ ഇളക്കി നല്ലപോലെ ഒന്ന് തിളച്ച് വരണം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് സാധനങ്ങൾ ചേർക്കാനുണ്ട്. ഒരു കാര്യം കൂടെ ഉണ്ട്. അതെന്താണെന്ന് പറയുന്നത്, നമുക്ക് ശർക്കര ഒഴിച്ചെടുക്കണം. ഇനി നമ്മുടെ ഈ കയ്പ്പൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യണമല്ലോ. അപ്പോൾ ഞാൻ ശർക്കര നീരാണ് ഒഴിച്ചെടുക്കുന്നത്. സാധാരണ നിങ്ങൾക്ക് വേണമെങ്കിൽ ശർക്കര തന്നെ ഇട്ടെടുക്കാം.
അപ്പോൾ എനിക്ക് ആ ശർക്കര അങ്ങനെ തന്നെ ഇടാൻ തോന്നിയില്ല, കാരണം അതിലെന്തെങ്കിലും മണ്ണും തരികളും എന്തെങ്കിലുമൊക്കെ വേസ്റ്റൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം ഞാൻ അതൊന്നും കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ഉരുക്കിയിട്ടാണ് ഒഴിക്കുന്നത്. എനിക്കറിയാൻ പാടില്ല ഇങ്ങനെ ചെയ്യാമോ എന്ന്. അപ്പം ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിലാണ് ചെയ്യുന്നത്. സാധാരണ പൊതുവെ എല്ലാവരും ശർക്കര ഇടണ ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ രീതിക്ക് ശർക്കര ഉരുക്കിയിട്ടാണ് ഒഴിച്ചെടുത്തിട്ടുള്ളത്. അങ്ങനെ അത് നല്ലപോലെ തിളച്ച് വന്നപ്പോഴേക്കും നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ മെയിൻ താരമായിട്ടുള്ള പാവക്ക ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഇളക്കി കൊടുക്കണം. അങ്ങനെ നമ്മുടെ പരിപാടി ഇവിടെ കഴിഞ്ഞു. ഇനി പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, നല്ലപോലെ ഇളക്കി കൊടുക്കുക. ചാറ്, അതായത് നമുക്ക് അച്ചാറിന് കുറച്ച് ചാറ് വേണമല്ലോ, അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ കൂടുതൽ ചാറൊന്നും ഒഴിച്ചില്ല, കാരണം ഇതിപ്പോൾ ഞാനും അമ്മച്ചി അല്ലാണ്ട് വേറെ ആരും കഴിക്കുമെന്നും കൂടി തോന്നുന്നില്ല. അപ്പോൾ പിന്നെ വെറുതെ കുറേ ചാറ് ഉണ്ടാക്കി വെച്ചിട്ട് അച്ചാറിൻ്റെ നീട്ടം കൂട്ടണ്ട. മീൻസ് അത് കുറേ നാളത്തേക്ക് വെക്കാനുള്ള രീതിക്കൊന്നുമില്ല, കുറച്ച് ദിവസം കൊണ്ട് ഇത് എങ്ങനെ തീർക്കണം. അപ്പോൾ ഞാനിതിലേക്ക് അഡീഷണൽ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കാം, ഇതിന് മധുരമൊക്കെ നോക്കാം, ടേസ്റ്റൊക്കെ നോക്കാം, എന്താണോ കുറവ് അതനുസരിച്ച് അതിട്ട് കൊടുക്കാം. ഞാൻ നോക്കിയപ്പോഴേക്കും കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്, കാരണം പുളി ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നു. അങ്ങനെ ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കറി ഇതേപോലെ നല്ല വറ്റി വന്നിട്ടുണ്ട്. അങ്ങനെ അച്ചാർ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. വെളുത്തുള്ളിയുടെ അളവ് കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ അത് തിന്നതിൻ്റെ പ്രത്യേക ടേസ്റ്റാണ്. അങ്ങനെ എൻ്റെ ഫസ്റ്റ് ടാസ്ക് ഇവിടെ, അതായത് പാവക്കച്ചാർ എന്ന് പറയുന്ന ടാസ്ക് വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടു. ഞാൻ എന്തായാലും ചോറിൻ്റെ കൂടെയൊക്കെ തിന്നാൻ എനിക്കിതൊക്കെ തന്നെ ധാരാളം. അപ്പോൾ നമ്മുടെ പാവക്കച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഈ അച്ചാറിൽ പ്രൊഫഷണൽസ് ആയിട്ടുള്ളവരുണ്ടാവും, ചിലപ്പോൾ അവരുടെ വെച്ച് നോക്കുമ്പോൾ എൻ്റെ ഒന്നും നല്ലതായിരിക്കും. പക്ഷേ ഇതെനിക്കിഷ്ടപ്പെട്ടു. നിങ്ങൾക്കും ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ, എന്താണ് ഇതിന് പോരായ്മയെന്ന് കമൻറ്റ് ചെയ്താലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ കമൻറ്റ് ബോക്സ് എന്ന് പറയുന്നത് അതിനുള്ള കാര്യങ്ങളാണല്ലോ, നല്ല കാര്യങ്ങൾ പറയാനും നെഗറ്റീവ് പറയാനും നമുക്ക് ആ ഒരു മീഡിയം അല്ലേ ഉള്ളൂ. അപ്പോൾ എന്തായാലും അത് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പാവക്കച്ചാറുടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇങ്ങനെ കഴിച്ചു നോക്കിക്കോളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതിലേക്കും ടാറ്റ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ കാണുന്നതിലേക്കും ബൈ.